മോർണിംഗ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വേസ്റ്റിൽ കളയാൻ വെച്ചിരുന്ന 2 പാത്രങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഒന്ന് പണ്ടെങ്ങോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ ഫിഷ് ടാങ്കാണ്. മറ്റൊന്ന് വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു ജഗ് പോലത്തെ ഒരു പാത്രമാണ് കേട്ടോ. ഇത് രണ്ടും ആക്രിക്ക് കൊടുക്കാനായിട്ടിങ്ങനെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടു കൂട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാനത് പയ്യെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ തോന്നി. അപ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തരം ഒരു ബാംബു വെറൈറ്റിയിലുള്ള 2 തരം ചെടികളാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഒരെണ്ണം വൈറ്റ് ആൻഡ് ഗ്രീൻ ലീവ്സ് ഉള്ളതാണ്. ഒരെണ്ണം ഇത് ഒത്തിരി കോമൺ തന്നെയാണ്, ഗ്രീൻ മാത്രമുള്ള ലീവ്സ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ മുറുക്കുമ്പോൾ ഒത്തിരി ടൈറ്റ് ആകാനായിട്ട് പാടില്ല. കാരണം ചെടി വലുതാവും തോറും റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല, പൊട്ടിപ്പോയാലും നമുക്ക് വീണ്ടും ഇടാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ചെടി ഞാൻ ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെബിൾസ് ഇട്ട് കൊടുക്കണം. പെബിൾസ് 3 തരം പെബിൾസാണ് മെയിനായിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ. എല്ലാ സൈഡുകളിലേക്കും നമ്മൾ ഇട്ട് കൊടുക്കണം ഈ പെബിൾസ്. ഞാൻ ഈ പാത്രത്തിൽ പെബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെടിയുടെ തണ്ടിൽ ഗ്രീൻ തന്നെ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പുറത്തേക്ക് കാണാതിരിക്കും. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെടിക്ക് വെള്ളമാണല്ലോ ആവശ്യം. അപ്പോൾ ഞാൻ ഒരു 3/4 പാത്രത്തോളം വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കൂ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. വെറുതെ കളയാൻ വെച്ചിരുന്ന ഒരു പാത്രമാണെന്ന് ഓർക്കണം. അപ്പോൾ ഇങ്ങനെ ചെടിയൊക്കെ നട്ടു വെച്ചപ്പോൾ നല്ല ഭംഗിയായി കാണാനായിട്ട്. ഇനി നമുക്കിത് എവിടെയെങ്കിലും വെച്ച് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഭംഗി നമുക്ക് അറിയാൻ പറ്റുക. ഇതും വെള്ളത്തിൽ നന്നായി വേര് പിടിക്കുന്ന ഒരു ചെടിയാണ്. വിരിഞ്ഞ് ഇരിക്കുന്ന ഇലകളുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഗ്രീൻ കളർ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ആ ബൗളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ ജാറിലും ഞാൻ പെബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെബിൾസാണ് ഇട്ടിരിക്കുന്നത്. മറ്റേ ബൗളിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് ഇട്ടത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 പാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്?
നല്ല ഭംഗിയല്ലേ കാണാൻ? വെറുതെ കളയുമായിരുന്ന 2 ബൗളുകളാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ചെടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതൊരു സ്ഥാനത്തേക്ക് മാറ്റാം. ഞാനിത് കിച്ചണിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലകളിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ജാർ ഈ ഒരു മൂലയിലേക്ക് വെച്ചിട്ടുണ്ട്. അതവിടെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. പ്ലേറ്റുകളൊക്കെ അടക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡിനടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് രാത്രിയിലും ഓക്സിജൻ തരുവാനായിട്ട് വളരെ നല്ലതാണ് നമ്മളിങ്ങനെ ഗ്രീൻ ചെടികളൊക്കെ അകത്ത് വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മൂലയിൽ നമുക്ക് ഒന്നും തന്നെ വയ്ക്കുവാനില്ല. ആ മൂല അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മൂലയാണ്. അപ്പോൾ ആ ഒരു ചെടി അവിടെ വെച്ചപ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് നോക്കൂ. ഇനി നമുക്ക് ഈ അടുത്ത ചെടിയും എവിടെയെങ്കിലും അതുപോലെ വെക്കാം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് കൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞ് ഈ വെള്ളം നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.